നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ സിനിമാ മേഖലയിൽ ഉണ്ടായ പ്രതിസന്ധികളിൽ പ്രതികരിച്ച നടനും സംവിധായകനുമായ സന്തോഷ് പണ്ഡിറ്റ് രംഗത്ത് വരികയാണ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാളികൾ കഥ അറിയാതെ ആട്ടം കാണുകയാണെന്നും സ്ത്രീകളുടെ നന്മയെ കരുതിയല്ല ഈ വിഷയം ഏറ്റുപിടിക്കുന്നത് എന്നും സന്തോഷ് പണ്ഡിറ്റ് വ്യക്തമാക്കുകയാണ്. മലയാള സിനിമയിൽ 3 തരം മാഫിയകൾ ഉണ്ടെന്നും അവർ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നും അദ്ദേഹം പറയുന്നു. ചുരുക്കി പറഞ്ഞാൽ, പെട്ടെന്നൊരു ദിവസം നടി ആക്രമിക്കപ്പെടുന്നു. അതിന്റെ പിന്നിൽ പ്രമുഖ നടന്മാരുണ്ടെന്ന് പറയുന്നു. അതിനുശേഷം ഒരു സംഘടന രൂപീകരിക്കുന്നു. അവർ സർക്കാരിനെ സമീപിക്കുന്നു. സർക്കാർ ഒരു കമ്മീഷനെ വെക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ പുറത്തുനിന്ന് കാണുന്ന കാര്യം. ഈ കമ്മീഷൻ റിപ്പോർട്ട് 4.5 വർഷത്തിന് ശേഷം പുറത്തുവിട്ടപ്പോൾ ചില പ്രമുഖ നടന്മാരുടെയും സംവിധായകരുടെയും പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു. പിന്നാലെയാണ് നടീനടന്മാരുടെ പേരുകൾ ഒഴിവാക്കിയെന്ന് പറയുന്നു. ഇതിന് പിന്നാലെ ചില നടിമാർ ആരോപണവുമായി രംഗത്ത് വരുന്നു. അയാളൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമെന്നാണ് പൊതുവിൽ ജനങ്ങൾ മനസ്സിലാകുന്നത്. എന്നാൽ ഞാൻ പറയുന്നത്, നിങ്ങൾ കഥയറിയാതെ ആട്ടം കാണുകയാണെന്നാണ്. 3 തരം മാഫിയകളാണ് മലയാള സിനിമയിലുള്ളത്. പെട്ടെന്നൊരു നടിയെ പീഡിപ്പിച്ചതല്ല, എന്തിന് ഇങ്ങനെ ചെയ്തു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അതറിയാൻ പിന്നിലേക്ക് പോകണം. തിരുവനന്തപുരം, എറണാകുളം, മട്ടാഞ്ചേരി. ഇതിൽ മട്ടാഞ്ചേരി 2014 ഏറ്റവും ഒടുവിൽ രൂപീകൃതമായ മാഫിയകളിൽ ഒന്നാണ്. ഇതിൽ പ്രധാനപ്പെട്ട നടന്മാർ തമ്മിലുള്ള യുദ്ധം നേരത്തെ തന്നെ ഉണ്ടായതുമാണ്. ഈ മാഫിയകൾ തമ്മിലുള്ള യുദ്ധമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലയാള സിനിമയിലെ 2 പ്രധാന സിനിമാ സംഘടനകളെ കൈക്കലാക്കാൻ 3 മാഫിയകൾ ശ്രമം നടക്കുന്നുമുണ്ട്. അവർ ഇങ്ങനെ അവസരം കാത്തു നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ സംഭവം ഉണ്ടാവുന്നത്. ഞാനൊരു മുഖ്യമന്ത്രിയായിരുന്നുവെങ്കിൽ ഈ റിപ്പോർട്ട് പൂർണ്ണമായും പുറത്തുവിട്ടേനെ. ഇപ്പോൾ നടക്കുന്നത് ആണുങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ ഇത് സ്ത്രീകളുടെ പോരാട്ടമാണെന്നൊക്കെ തോന്നും. നടി രാധിക ഉന്നയിച്ച ഒളിക്യാമറ വിഷയത്തിൽ സീരിയസ് ആയി നടപടിയെടുക്കണം. സ്ത്രീകൾ എവിടെ പോയി വസ്ത്രം മാറും? അവർ പറഞ്ഞത് ശരിയാണെങ്കിൽ അതിൽ തീരുമാനമെടുക്കണം. സൂപ്പർ താരങ്ങൾ എന്തു ചെയ്തു എന്ന് ചോദിക്കുന്നവരോട്, 1 വർഷം മലയാളത്തിൽ 300 സിനിമകൾ ഇറങ്ങുന്നുണ്ട്. ഈ സിനിമയിലൊക്കെ എന്തൊക്കെ നടക്കുന്നു എന്ന് ഇവരോട് ചോദിച്ചിട്ടാണോ? അവർ നിർമ്മിച്ചതോ അഭിനയിച്ചതോ ആയ സിനിമകളെ കുറിച്ച് ചോദിക്കാം. മൊത്തം മലയാള സിനിമയെ കുറിച്ച് അവർക്ക് പറയാൻ സാധിക്കുമോ? മോഹൻലാൽ എന്ന നടനെ നേരിട്ട് ആക്രമിക്കുകയാണ്. മോഹൻലാൽ എന്ന നടന്റെ ഇമേജ് തകർക്കുകയാണ് പ്രധാന ലക്ഷ്യം. തുടക്കം മുതൽ ഈ നടനെതിരെയാണ് ഈ കൂരമ്പുകൾ കൂടുതൽ വന്നത്. ഒരു ബന്ധമില്ലാത്ത കേസിൽ പോലും അദ്ദേഹത്തിന്റെ ചിത്രമാണ് ഉപയോഗിക്കുന്നത്. എന്താവശ്യത്തിന് വേണ്ടിയാണിത്? ഇന്ന് വരെ മോഹൻലാൽ എന്ന നടനെതിരെ ഒരു പെൺകുട്ടിയും നേരിട്ട് വന്നിട്ടില്ല. പക്ഷേ ഓൺലൈൻ ചാനലിലൊക്കെ അദ്ദേഹത്തിന്റെ ഫോട്ടോ വെച്ചു. എന്തിനാണ് ആ മനുഷ്യന്റെ ഫോട്ടോ വെക്കുന്നതെന്നും സന്തോഷ് പണ്ഡിറ്റ് ചോദിക്കുകയാണ്. അദ്ദേഹം ചോദിക്കുന്ന പല ചോദ്യങ്ങൾക്കും കഴമ്പുണ്ടെന്ന് പലരും തിരിച്ചറിയുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇത്തരം ഒരു ചോദ്യം ഉണ്ടാകുന്നത്. ഈ മട്ടാഞ്ചേരി മാഫിയ അടക്കമുള്ള സംഘടനകളുമായി ബന്ധപ്പെട്ടുള്ള പലതരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. അതിനെതിരെയും ഇപ്പോൾ ശക്തമായ വാർത്തകളും പുറത്തു വരികയാണ്.